മൊർദെഖായി വന്ന് എസ്തറിനോട് പറയുകയാണ്, നീ രാജാവിനോട് പോയി സംസാരിച്ചില്ല എങ്കിലും ഇസ്രായേലിന്റെ രക്ഷ വരും എന്നുള്ളത്. ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങളാണ്. അത് മല മാറിപ്പോകുന്നതായിരിക്കും, മതിൽ ഇടിയുമെന്നായിരിക്കും, പുഴ രണ്ടായിട്ട് നീങ്ങുമെന്നായിരിക്കും. അത്യുന്നതന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ ജഡം ധരിച്ചെത്തിയ മനുഷ്യനായി വന്ന നസ്രയനായ യേശുവിന്റെ സത്യ ഏക ദൈവത്തിന്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ മെസ്സേജിനായിട്ട് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 45-ാമത്തെ വാക്യമാണ്. ആ വാക്യം ആദ്യം ഒന്ന് വായിക്കാം. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവർത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവർത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അല്ലെങ്കിൽ വളരെ സരളമായിട്ട് പറയുകയാണെങ്കിൽ കർത്താവ് അരുളി ചെയ്തത് നിവർത്തിയാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഈ ഒരു വാക്യം ഏലിശബത്ത് മറിയത്തിനോട് പറയുന്ന വാക്യമാണ്. ഗർഭിണിയായ മറിയം ഗർഭിണിയായ ഏലിശബത്തിനെ കാണാൻ ചെല്ലുമ്പോഴാണ് ഏലിശബത്ത് ഇപ്രകാരം മറിയത്തിനോട് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാക്യം ഏലിശബത്ത് മറിയത്തിനോട് പറയുന്നത്? ദൈവം മറിയത്തിന് വാഗ്ദാനം ചെയ്തത് ഒരു അത്ഭുത വാഗ്ദാനം തന്നെയായിരുന്നു. കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും എന്നാണ് ദൈവം മറിയത്തിന് നൽകുന്ന അത്ഭുത വാഗ്ദാനം. ഈ ഒരു വാഗ്ദാനം മറിയത്തിന് മാത്രമല്ല, ഈ ലോകത്തിലെ ആരുടെ ബുദ്ധിക്ക് ഒരു ലോജിക്കിനും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു കാര്യമാണ്. എന്നിരുന്നാലും മറിയം ഈ ഒരു വാഗ്ദാനത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. ഒരാൾക്കും ഒരു കണക്കുകൂട്ടലിനും ഒരു ലോജിക്കിനും ഒത്തുചേരാൻ പറ്റത്തില്ലാത്ത കാര്യമാണ് എങ്കിലും, സാഹചര്യങ്ങളൊക്കെ എതിരായിരുന്നു എങ്കിലും മറിയം ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ അങ്ങ് വിശ്വസിക്കുകയാണ്. അത് നടക്കുമെന്ന് പൂർണ്ണമായിട്ട് മറിയം വിശ്വസിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിശ്വാസത്തിന്റെ മഹത്വം മനസ്സിലാക്കിയത് കൊണ്ട് ഏലിശബത്ത് മറിയത്തിനോട് പറയുന്നു, കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവർത്തി ഉണ്ടാകും എന്ന് നീ വിശ്വസിച്ചത് കൊണ്ട് നീ ഭാഗ്യവതി. മറിയം ഭാഗ്യവതി ആയത് വാഗ്ദാനം ലഭിച്ചത് കൊണ്ടോ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടത് കൊണ്ടോ ഒന്നുമല്ല. മറിയം ഭാഗ്യവതി ആയത് ദൈവത്തിന്റെ വാഗ്ദാനം നിവർത്തിയാകാൻ വേണ്ടി മറിയത്തിന്റെ വിശ്വാസം അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മറിയം ആ ഒരു വിശ്വാസം പ്രകടിപ്പിച്ചത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വചനത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു ആഴമേറിയ ഒരു സത്യമുണ്ട്. ഈ ഒരു പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരുപാട് വാഗ്ദാനങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും നിവർത്തിയാകാൻ തരമുള്ളതാണെങ്കിലും അത് പ്രാവർത്തികമാക്കണമെങ്കിൽ മറിയം വിശ്വസിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് മുമ്പിൽ വിശ്വാസം കാഴ്ചവെക്കേണ്ടത് തന്നെയാണ്. വിശ്വാസം കാഴ്ചവെക്കേണ്ടത് തന്നെയാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും കാത്തിരിപ്പിന്റെ അവസരങ്ങളിലായിരിക്കും, അവസ്ഥകളിലായിരിക്കും. പ്രാർത്ഥനകൾക്ക് മറുപടി വരാത്ത, നിങ്ങളുടെ കണ്ണ് ഇനി വരത്തില്ല എന്ന് കരുതുന്ന അവസ്ഥയിലായിരിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും എന്നാണ് ദൈവം മറിയത്തിന് നൽകുന്ന അത്ഭുത വാഗ്ദാനം. ഈ ഒരു വാഗ്ദാനം മറിയത്തിന് മാത്രമല്ല, ഈ ലോകത്തിലെ ആരുടെ ബുദ്ധിക്ക് ഒരു ലോജിക്കിനും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു കാര്യമാണ്. എന്നിരുന്നാലും മറിയം ഈ ഒരു വാഗ്ദാനത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. ഒരാൾക്കും ഒരു കണക്കുകൂട്ടലിനും ഒരു ലോജിക്കിനും ഒത്തുചേരാൻ പറ്റത്തില്ലാത്ത കാര്യമാണ് എങ്കിലും, സാഹചര്യങ്ങളൊക്കെ എതിരായിരുന്നു എങ്കിലും മറിയം ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ അങ്ങ് വിശ്വസിക്കുകയാണ്. അത് നടക്കുമെന്ന് പൂർണ്ണമായിട്ട് മറിയം വിശ്വസിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിശ്വാസത്തിന്റെ മഹത്വം മനസ്സിലാക്കിയത് കൊണ്ട് ഏലിശബത്ത് മറിയത്തിനോട് പറയുന്നു, കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവർത്തി ഉണ്ടാകും എന്ന് നീ വിശ്വസിച്ചത് കൊണ്ട് നീ ഭാഗ്യവതി. മറിയം ഭാഗ്യവതി ആയത് വാഗ്ദാനം ലഭിച്ചത് കൊണ്ടോ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടത് കൊണ്ടോ ഒന്നുമല്ല. മറിയം ഭാഗ്യവതി ആയത് ദൈവത്തിന്റെ വാഗ്ദാനം നിവർത്തിയാകാൻ വേണ്ടി മറിയത്തിന്റെ വിശ്വാസം അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മറിയം ആ ഒരു വിശ്വാസം പ്രകടിപ്പിച്ചത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വചനത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു ആഴമേറിയ ഒരു സത്യമുണ്ട്. ഈ ഒരു പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരുപാട് വാഗ്ദാനങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും നിവർത്തിയാകാൻ തരമുള്ളതാണെങ്കിലും അത് പ്രാവർത്തികമാക്കണമെങ്കിൽ മറിയം വിശ്വസിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് മുമ്പിൽ വിശ്വാസം കാഴ്ചവെക്കേണ്ടത് തന്നെയാണ്. വിശ്വാസം കാഴ്ചവെക്കേണ്ടത് തന്നെയാണ്.
എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും കാത്തിരിപ്പിന്റെ അവസ്ഥകളിലായിരിക്കും. പ്രാർത്ഥനകൾക്ക് മറുപടി വരാത്ത, നിങ്ങളുടെ കണ്ണ് ഇനി വരത്തില്ല എന്ന് കരുതുന്ന അവസ്ഥയിലായിരിക്കും. പക്ഷെ ദൈവം നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ ചെയ്ത വാഗ്ദാനങ്ങൾ, ഞാൻ അരുളി ചെയ്ത കാര്യങ്ങൾ നിവർത്തിയാക്കും എന്ന് പൂർണ്ണമായിട്ടും നിങ്ങൾ മറിയത്തെ പോലെ ഒരു ലോജിക്കിനും ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ലാത്ത കാര്യമാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? അതോ നിങ്ങൾ വിശ്വാസമൊക്കെ വിട്ടിട്ട് തിരിച്ചു പോയോ എന്ന് ദൈവം ചോദിച്ചാൽ ഇല്ല എന്ന് ഉത്തരം പറയാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. ഇതാണ് ഈ ഒരു വാക്യത്തിന്റെ ഉള്ളിലുള്ള ഒരു വലിയ ആഴമേറിയ സത്യം. ദൈവം വാഗ്ദാനങ്ങൾ ഒരുപാട് നമ്മൾക്ക് തരുന്നു. പക്ഷെ ആ വാഗ്ദാനങ്ങൾ നിവൃത്തിയാകും എന്ന് വിശ്വസിച്ച് നമ്മൾ ഭാഗ്യവാന്മാർ തന്നെ ആകണം. അപ്പൊ ഈ ഇത്തരം വിശ്വാസം നമ്മൾ മൊർദെഖായിലും കാണുന്നുണ്ട്. മൊർദെഖായിയുടെ അല്ലെങ്കിൽ എസ്തേറിന്റെ പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് എസ്തേർ യഹൂദന്മാർക്ക് വേണ്ടി അവരെ രക്ഷിച്ചു എന്നതായിരിക്കും. പക്ഷെ ഞാൻ ഈ അടുത്തിടെയായിട്ട് ആ ഒരു പുസ്തകം വായിച്ചപ്പോൾ എൻ്റെ കണ്ണുടക്കിയ ഒരു വചനമുണ്ട്. എസ്തേറിനെ മൊർദെഖായി കാണാൻ ചെല്ലുകയാണ്. അതിനോടകം തന്നെ യഹൂദന്മാരെ മുഴുവൻ കൊല്ലാൻ ഉള്ള ഒരു ദിവസവും കണക്ക് കൂട്ടിയാണ് രാജാവ് വിളംബരം, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു എഴുതി അവിടെ എല്ലാവർക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അവരെല്ലാവരും വല്ലാതെ കരയുന്ന, അല്ലെങ്കിൽ നീറിപ്പുകഞ്ഞ് നടക്കുന്ന ആ ഒരു അവസരങ്ങളിലാണ് എങ്കിലും മൊർദെഖായി വന്ന് എസ്തേറിനോട് പറയുകയാണ്, നീ രാജാവിനോട് പോയി സംസാരിച്ചില്ല എങ്കിലും ഇസ്രയേലിന്റെ രക്ഷ വരും എന്നുള്ളത്. അപ്പൊ ആ ഒരു വചനം വായിച്ചു കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. മൊർദെഖായിയുടെ നോട്ടം തൻ്റെ വളർത്തുമകളായ എസ്തേർ രാജാവിന്റെ ഭാര്യയാണ് എന്നുള്ളതിൽ ഒന്നുമല്ലായിരുന്നു. മൊർദെഖായിയുടെ നോട്ടം എന്ന് പറഞ്ഞാൽ ദൈവം വിശ്വസ്തനാണ്, ദൈവം രക്ഷ അയക്കും എന്നുള്ളതാണ്. തങ്ങൾ മരിക്കാനുള്ള ദിവസം പോലും അവസാനത്തെ മാസം, എനിക്ക് തോന്നുന്നു 13ാമത്തെ ദിവസമാണ്, എല്ലാവരെയും ഒരുമിച്ച് യഹൂദന്മാരെ എല്ലാം കൊല്ലണം എന്ന് ഉത്തരവ് പുറത്തിറക്കിയിട്ട്, എന്നിട്ടും മൊർദെഖായി വിശ്വസിക്കുകയാണ് ഇസ്രായേലിന്റെ രക്ഷ വന്നിരിക്കും. ആ വിശ്വാസത്തിന്റെ മേൽ ഇസ്രായേലിന്റെ രക്ഷ വന്നു കഴിഞ്ഞു. മൊർദെഖായിയെ കൊല്ലാൻ വേണ്ടി ഹാമാൻ ഉണ്ടാക്കിയ അതേ കഴുമരത്തില് ഹാമാനാണ് മരിക്കേണ്ടതായിട്ട് വരുന്നത്. ഈ വേദഭാഗങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങളുടെ ലിമിറ്റേഷനിൽ ഒന്നും അതിനെ തടയാൻ കഴിയത്തില്ല. ഏത് സാഹചര്യങ്ങളിലും ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങളാണ്. അത് മല മാറിപ്പോകുന്നതായിരിക്കും, മതിൽ ഇടിയുമെന്നായിരിക്കും, പുഴ രണ്ടായിട്ട് നീങ്ങുമെന്നായിരിക്കും, പക്ഷപാതക്കാരന് എഴുന്നേറ്റ് നടക്കണം എന്നായിരിക്കും. വലിയ വലിയ കാര്യങ്ങളാണ് ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ. അപ്പൊ ഈ വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ ദൈവത്തിന്റെ മുമ്പിൽ വിശ്വാസം, പൂർണ്ണമായിട്ട് വലിയ വിശ്വാസം സമർപ്പിക്കാൻ, വിശ്വസിച്ച് ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ കേട്ടത് കൊണ്ട് മാത്രമായില്ല, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ കേട്ടത് നടപ്പിലാകും എന്ന് വിശ്വസിച്ച് നമ്മളെയും ഓരോരുത്തരെയും കുറിച്ച് സ്വർഗം ദൈവം സാക്ഷ്യപ്പെടുത്തട്ടെ. വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്നത്. അപ്പോൾ ഈ ഒരു മെസ്സേജിൽ കൂടി ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്, മറിയം ഭാഗ്യവതിയായത് ഗബ്രിയേൽ മാലാഖ വന്നതുകൊണ്ടല്ല, വാഗ്ദാനം കേട്ടത് കൊണ്ടല്ല. മറിയത്തിന്റെ ജീവിതത്തിൽ മറിയം വിശ്വസിച്ചു. ദൈവം നടത്തുന്ന വാഗ്ദാനങ്ങൾ അത് പ്രവർത്തിക്കും എന്ന് മറിയം വിശ്വസിച്ചതുപോലെ ഈ ഒരു വചനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുക, പൂർണ്ണമായിട്ടും ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണാനുള്ള ഭാഗ്യവും കൃപയും ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരട്ടെ. സോ കം fall in love with Jesus and fall in love with the word of God.